അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖുർആനിലെ വളരെ മഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. സൂറത്തുൽ മുൽക്ക്. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ ആകെ 30 ആയത്തുകളാണുള്ളത്. വളരെ ചെറിയ സൂറത്താണെങ്കിലും അതിന്റെ ഫലവും പ്രാധാന്യവും വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അതിൽ 30 ആയത്തുകളാണ് ഉള്ളത്. അത് ഓതുന്നവന് വേണ്ടി അവനെ ക്ഷമിക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് ഈ സൂറത്ത് ശുപാർശ ചെയ്യും. എന്നും മുൽക്ക് സൂറത്ത് ഓതുന്നവന് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവും. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗമാണ് സൂറത്തുൽ മുൽക്ക്. തെറ്റു ചെയ്യുന്ന മനുഷ്യന് അള്ളാഹു താല നൽകുന്ന ഒരു വലിയ മാഗ്ഫിറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് എന്നും സ്ഥിരമായി ഓതുന്നവന് ഖബർ ശിക്ഷയെ തൊട്ട് ശുപാർശ ചെയ്യും. സൂറത്തുൽ മുൽക്ക് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അത് അർത്ഥമാക്കുന്നത് സകല അധികാരവും അള്ളാഹുവിന്റെ കൈകളിലാണെന്നാണ്. ഈ ലോകത്തിലെ എല്ലാം, ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ, ജീവൻ എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. മുൽക്ക് സൂറത്തിന്റെ ആദ്യത്തെ 3-4 ആയത്തുകളിൽ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ഒന്നാം ആകാശത്തിനെയും അതിനുശേഷം ജഹന്നമിന്റെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയെ പറ്റിയും പറയുന്നുണ്ട്. ഈ ഭൂമിയിലും ആകാശത്തിലും വെച്ച് ശിക്ഷയുടെ പ്രതിരോധങ്ങളുടെ മുന്നറിയിപ്പും തബാറക്ക സൂറത്തിൽ പറയുന്നുണ്ട്. ഈ സൂറത്ത് പഠിക്കാത്തവന് വലിയ നഷ്ടമാണുള്ളത്. എന്നാൽ ഈ മുൽക്ക് സൂറത്ത് പഠിച്ച് എന്നും ഓതിയവന് നാളെ മരണപ്പെട്ടാൽ ഖബറിലെ ശിക്ഷയെ തൊട്ട് ഈ സൂറത്ത് ശുപാർശ ചെയ്യും. സൂറത്തുൽ മുൽക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു മുൻജിയ, രക്ഷിക്കുന്നത് എന്നാണ് അർത്ഥം. ഒരിക്കൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അയാൾ എന്നും സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നു. അതുകൊണ്ട് മുൽക്ക് സൂറത്ത് അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്തു. അല്ലാഹുവേ, ഇയാൾ എന്നും എന്നെ ഓതുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ആഖിറത്തിൽ ആ മനുഷ്യന് ശഫാഅത്ത് നൽകിയ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ശിക്ഷയ്ക്ക് രക്ഷയുടെ കവചമാണ് മുൽക്ക് സൂറത്ത്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ പറഞ്ഞു, ഖുർആനിലെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് എന്നും ഓതണം. നിന്റെ ഭാര്യയോടും മക്കളോടും ഓതാൻ പറയണം. ഖിയാമത്ത് നാളിൽ ഓതുന്ന ആൾക്ക് വേണ്ടി ഖബറിലെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ അത് ഓതുന്ന ആൾക്ക് വേണ്ടി തബാറക്ക സൂറത്ത് അള്ളാഹുവിനോട് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂറത്തുൽ മുൽക്ക് നിങ്ങൾ കാണാതെ ഓതാൻ പഠിക്കണം. എന്റെ ഉമ്മത്തീങ്ങളെ എല്ലാവരുടെയും ഖൽബിൽ സൂറത്തുൽ മുൽക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചു. സൂറത്തുൽ മുൽക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ജീവിതം ഒരു പരീക്ഷയാണ്. മരണത്തിന് ശേഷം നമ്മൾ വീണ്ടും പുനർജനിക്കപ്പെടും. നമ്മുടെ നല്ല പ്രവർത്തികൾക്കനുസരിച്ച് ഫലം ലഭിക്കും. സൂറത്തുൽ മുൽക്ക് നരകത്തെക്കുറിച്ചും കഠിനമായ മുന്നറിയിപ്പ് നൽകുന്നു. നാം സൂറത്തുൽ മുൽക്ക് കേട്ടിരുന്നെങ്കിൽ, അത് ഓതിയിരുന്നെങ്കിൽ, ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ നാം ഇന്ന് നരകത്തിൽ പോവില്ലായിരുന്നു. ഇത് നമ്മെ ചിന്തിപ്പിക്കണം. നമുക്ക് ഇപ്പോഴും സമയമുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്ത് നല്ലവർക്കുള്ള സന്തോഷ വാർത്തയും നൽകുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മഹത്തായ പ്രതിഫലം നൽകുന്നു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും നൽകുന്നു. ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതുക. ഖുർആനുമായി ബന്ധം ശക്തമാക്കുക. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. നല്ല പ്രവർത്തികൾ ചെയ്യുക. സൂറത്തുൽ മുൽക്ക് ഒരു ചെറിയ സൂറത്താണെങ്കിലും അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. അത് നമ്മുടെ ഖബറിൽ വെളിച്ചമാകട്ടെ, നമ്മളെ രക്ഷയായി തീരട്ടെ. അള്ളാഹു നമ്മളെ ഈ സൂറത്ത് മനസ്സിലാക്കി ജീവിതത്തിൽ ഓതുവാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.